നമസ്കാരം. മനോരമ ന്യൂസിന്റെ ഒരു വാർത്ത, വടകര ദേശീയപാതയിൽ അപായ സൂചനാ ബോർഡില്ല, വഴികൾ തുടർച്ചയായി മാറ്റുന്നു എന്ന ഒരു വാർത്തയാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. അക്ഷരാർത്ഥത്തിൽ അത് തെറ്റായൊരു വാർത്തയാണ്. അതിന് താഴെ കുറച്ച് കമന്റുകൾ എഴുതിയിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റി എന്തിനുമുള്ള, റോഡിൽ സൂചനാ ബോർഡ് പോലുമില്ല, ഈ മരണങ്ങളുടെ ഉത്തരവാദിത്വം ആരെ ഏറ്റെടുക്കും, കേന്ദ്ര സംസ്ഥാന ഉത്തരം പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരും ഉത്തരം പറയേണ്ടതില്ല. ആ മരണം ആരാണോ വിളിച്ചു വരുത്തിയത് അവർ തന്നെ അനുഭവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. ആ 4 പേരെ മരണത്തിന്റെ ഉത്തരവാദിത്വം ആ വാഹനം ഓടിച്ചിരുന്ന അതിന് തീരുമാനമെടുത്തവർക്ക് മാത്രമാണ്. അത് ദേശീയപാത അതോറിറ്റിക്കോ കേരള സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ഉത്തരവാദിത്തം എടുക്കേണ്ട ആവശ്യമില്ല. ഞാനത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ ഇതേ ദേശീയപാതയിലൂടെ ഗോവ വരെ, പനജി വരെ വാഹനം ഓടിച്ച് തിരികെ പനജിയിൽ നിന്ന് കുളപ്പുറം വരെ വാഹനം ഓടിച്ചു വന്നൊരു വ്യക്തിയാണ്. ഈ കഴിഞ്ഞ ദിവസം 2 ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രിയും പകലും വണ്ടി ഓടിച്ച ഒരാളെന്ന നിലയിൽ എല്ലാ സ്ഥലത്തും സൂചനാ ബോർഡുകളുണ്ട്. സൂചനാ ബോർഡുകൾ എന്ന് മാത്രമല്ല, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്ന പോലെയല്ല, തിരിച്ചു വന്നപ്പോഴത്തേക്ക് ചില ഇടങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷെ മാറ്റം വരുത്തിയാലും റോങ് ആയി കയറി വരാനുള്ള യാതൊരു സാഹചര്യവും ഇല്ലാത്ത വിധം വിലങ്ങനെ വെച്ച് തടഞ്ഞിട്ടുണ്ട്. പിന്നെ ചില കേസുകൾ അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ കൂടെ കയറി പോകുന്നതിന് ദേശീയപാത അതോറിറ്റിയോ ബാക്കിയുള്ളവരോ കുറ്റക്കാരൊന്നും അല്ല. അതുകൊണ്ട് അത് പറയേണ്ട ആവശ്യമില്ല. ഇത് റോഡ് പണി നടക്കുന്നത് കേരളത്തിന്റെ കുറച്ച് ഭാഗങ്ങളിലാണ്, അതുപോലെ കർണാടകയുടെ കുറച്ച് ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും പണി നടക്കുന്നില്ല. ഞാനും കണ്ടില്ല, കാരണം ഞാൻ പോയത് NH-66 കൂടെ തന്നെയാണ്. ശിരൂരിൽ പിന്നെ കുറച്ച് പണി നടക്കുന്നത് കണ്ടു. ശിരൂരിൽ നേരത്തെ 4 വരിയായിരുന്നത് റോഡിന്റെ നടുവിലൂടെ ഒരു കോൺക്രീറ്റ് ഒരു തടയണ ഉണ്ടാക്കി 2 വരിയാക്കി മാറ്റിയിട്ടുണ്ട്. വീണ്ടും മണ്ണിടിച്ചിലുണ്ടായ ആ മണ്ണ് ആ തടയണയിൽ തട്ടി നിൽക്കുന്നതും കണ്ടു. ഇതാണ് ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ. ഇതിനിടയിൽ കോഴിക്കോട് മുതൽ അങ്ങോട്ട് വടകര, ആ ഭാഗത്തേക്ക് കാസർഗോഡ്, അങ്ങനെ മേലയിലേക്ക് പോകുന്ന സമയത്ത് എവിടെയൊക്കെ വഴിതിരിച്ചു വിട്ടിട്ടുണ്ടോ അവിടെയൊക്കെ വളരെ കൃത്യമായി ഡയവർഷൻ എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഗതാഗത നിയമങ്ങൾ പാലിച്ച് വണ്ടി ഓടിക്കുന്ന, കൃത്യമായി വഴിയിലുള്ള സൂചനാ ബോർഡുകൾ നോക്കി വണ്ടി ഓടിക്കുന്ന ഒരാൾക്കും വഴി തെറ്റൂല. ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ അപകടമാണ്. മനഃപൂർവ്വം അവർ വണ്ടി ഓടിച്ച് അഹങ്കാരം കാണിച്ച് 4 പേർ മരണപ്പെട്ടതാണ്. ഇത്തരത്തിൽ അശ്രദ്ധമായി വണ്ടി ഓടിച്ചു, അപകടത്തിൽ 4 പേർ മരണപ്പെട്ടത് കൊണ്ട് അത് ദേശീയപാത അതോറിറ്റിയുടെ ബാക്കിയുള്ളവരുടെ പെരടിയിൽ ചാരിക്കൊണ്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് സൗകര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. പക്ഷേ ഈ അടുത്ത കുറച്ച് മണിക്കൂറുകളിൽ ധാരാളം വീഡിയോകൾ വരുന്നു. ദേശീയപാതയിലുണ്ടായ ആ അപകടം വളരെ നിർഭാഗ്യകരമാണ് എന്നൊക്കെ പറയുന്നു. നിർഭാഗ്യകരമാണ്, ശരി തന്നെയാണ്. കാര്യം 4 പേരെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. പക്ഷെ ഇത് ചോദിച്ചു വാങ്ങിയതാണ്. ഞാൻ ഈ ദേശീയപാത 66 അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ ദിവസം ഞാൻ തന്നെയാണ് ഓടിച്ചു പോയത് എന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പ് പറയുന്നത്. എല്ലായിടത്തും ഡൈവേർട്ട് ചെയ്തു പോകാൻ കഴിയുന്ന രീതിയിലുള്ള കൃത്യമായ ദിശാ ബോർഡുകളും, ഇനി അതില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി സിമന്റ് ബ്രേക്ക് വെച്ചുകൊണ്ട് തിരിച്ചു വിട്ടിട്ടുണ്ട്. ചില ഇടങ്ങളിലൊക്കെ 3 വരിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അത് കറക്റ്റ് കയറുന്ന ഭാഗവും ഇറങ്ങുന്ന ഭാഗവും കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് 2 ഭാഗത്തേക്കുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റും. അതല്ലാതെ ഒരു ഭാഗത്തേക്ക് മാത്രം പോകുന്ന ഒരു വഴിയിലേക്ക് മറുഭാഗത്ത് നിന്ന് അബദ്ധത്തിൽ പോലും വാഹനം കടന്നു വരുന്നതിന് പാകത്തിന് എവിടെയും ഒരു വിൻഡോ തുറന്നിട്ടിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പിന്നെ ഈ വാഹനം എങ്ങനെ കയറി? പിന്നെ ഈ വാഹനം കയറിയത് അവരുടെ അശ്രദ്ധ. എവിടെയോ ഒരു ചെറിയ ഗ്യാപ്പിൽ ഉണ്ടായിരുന്നു. യൂട്ടേൺ അടിക്കാനോ അല്ലെങ്കിൽ കറങ്ങി വരാനോ അണ്ടർപാസോ ഓവർപാസോ ഒക്കെ ഉപയോഗിക്കുന്നതിനോ ഒക്കെ മടിയായിട്ട് എളുപ്പ പരിപാടി നോക്കിയതാണ്. പക്ഷെ ആ എളുപ്പ പരിപാടി നേരെ കാലന്റെ വായിലേക്കായി പോയി എന്ന് മാത്രം. എനിക്ക് പറയാനുള്ളത്, റോഡ് പണി നടക്കുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള വഴിയായിരിക്കില്ല തിരിച്ചു വരുമ്പോൾ. കാര്യമൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് തിരിച്ചു വിട്ടിട്ടുള്ളത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് കൃത്യമായ ദിശാ ബോർഡ് എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട്. എവിടെയൊക്കെ തിരിച്ചു വിടുന്നുണ്ട് അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ആ വെച്ചിട്ടുള്ള ദിശാ ബോർഡുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഒരു അപകടം ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ നിന്ന് ദേശീയപാതയിലൂടെ ഏതാണ്ട് 10-650 കിലോമീറ്റർ വൺ സൈഡ് വണ്ടി ഓടിച്ച് അതേ പാതയിലൂടെ തിരിച്ചു വന്നതിന്റെ ഒരു എക്സ്പീരിയൻസില്ല ഞാൻ പറയുന്നത്. പനജി മുതൽ കോഴിക്കോട് മുതൽ പനജി വരെ എവിടെയും ദിശാ ബോർഡിന് യാതൊരു പ്രശ്നവും ഇല്ല. എല്ലാ സ്ഥലത്തും കൃത്യമായി, ഇപ്പൊ രാവിലെ ഉള്ള ഒരു ദിശയിലേക്കല്ല വൈകുന്നേരം പോകുന്നതെങ്കിൽ കൂടി അതെല്ലാം കൃത്യമായി അതത് സമയത്ത് അവർ കൃത്യമായി ചെയ്തു വെക്കുന്നുണ്ട്. നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന ഏത് സമയത്താണോ ആ സമയത്ത് എങ്ങോട്ടാണ് അവർ ദിശ തിരിച്ചു വെച്ചിട്ടുള്ളത് അത് കൃത്യമായി അത് പാലിച്ച് മറ്റു വാഹനങ്ങളും ഉണ്ട് എന്നുള്ള ബോധത്തോടെ വണ്ടി ഓടിക്കുന്ന ആർക്കും ഒരു അപകടവും ഉണ്ടാകാൻ പോകുന്നില്ല. Different angles. Don't forget to subscribe and support this channel.